ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ CPR ആയിരുന്നു കൊടുക്കേണ്ടതെന്ന് അറിയാമായിരുന്നെങ്കിലും അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് നിസ്സഹായരായി നിന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എങ്ങനെ ഒരു CPR പ്രോപ്പറായിട്ട് കൊടുക്കാമെന്ന് നിങ്ങൾ പഠിച്ചിരിക്കും. ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ കൊളാപ്സായി വീഴുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സുരക്ഷിതമായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി കിടത്തുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. മാറ്റി സൈഡിലോട്ട് കിടത്തിയതിന് ശേഷം ആ ആളുടെ ഷോൾഡറെല്ലാം മുറുക്കെ ഇങ്ങനെ ആഞ്ഞ് 2 തട്ട് കൊടുക്കുക. എന്നിട്ട് ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇല്ല എന്നൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ CPR കൊടുക്കാനായിട്ട് നമ്മൾ തുടങ്ങണം. CPRലുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ആദ്യം ഈ വീണ് കിടക്കുന്ന വ്യക്തിയുടെ സൈഡിലായിട്ട് നമ്മൾ ചെന്നിട്ട് ഏതെങ്കിലും ഒരു വശത്തായിട്ട് നമ്മൾ ചെന്നിട്ട് മുട്ടുകുത്തി ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ഒരു കൈയുടെ ഹീൽ ഭാഗം, അതായത് നമ്മുടെ ഈ ഒരു പത്തിയുടെ ഈ ഒരു ഭാഗം അയാളുടെ ഹാർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ചെസ്റ്റിന്റെ സെന്ററായിട്ട് വരുന്ന രീതിക്ക് പ്ലേസ് ചെയ്യുക. അങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ മറ്റേ കൈയുടെ വിരലുകൾ ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്ത കൈയുടെ വിരലുകളുമായിട്ട് കോർത്ത് പിടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ CPR കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഷോൾഡർ വീണ് കിടക്കുന്ന ആ വ്യക്തിയുടെ ചെസ്റ്റുമായിട്ട് പെർപെൻഡിക്കുലർ ആകുന്ന രീതിക്ക് വേണം പൊസിഷൻ ചെയ്യാനായിട്ട്. അങ്ങനെ പൊസിഷൻ ചെയ്തതിന് ശേഷം നമുക്ക് CPRന്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം. ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 1 മിനിറ്റിൽ 100 കംപ്രഷൻ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു 30 കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് റെസ്ക്യൂ ബ്രീത്തിങ്. അതായത് നമ്മളുടെ വായ ആ വീണ് കിടക്കുന്ന വ്യക്തിയുടെ വായുമായി ചേർത്ത് പിടിച്ച് ശ്വാസം കൊടുക്കുന്നതിനാണ് നമ്മൾ റെസ്ക്യൂ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ എല്ലാവർക്കും അങ്ങനെ റെസ്ക്യൂ ബ്രീത്തിങ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർ ചെസ്റ്റ് കംപ്രഷൻ കണ്ടിന്യൂ ചെയ്താലും മതി. അങ്ങനെ നമ്മൾ 2 റെസ്ക്യൂ ബ്രീത്തിങ്ങിന് ശേഷം വീണ്ടും നമ്മുടെ പഴയ ഫസ്റ്റ് സ്റ്റെപ്പായ ചെസ്റ്റ് കംപ്രഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഒരു 5 തവണയെങ്കിലും ഈ സൈക്കിൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. പ്രിഫറബിളി ആളുടെ ബ്രീത്തിങ് നോർമൽ ആകുന്നിടം വരെയെങ്കിലും ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. CPR കൊടുക്കുന്ന സമയത്ത് ടയേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ ഹെൽപ്പും കൂടെ സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓർക്കുക, നമ്മൾ കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കാനാകുമെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. CPR കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഊഹം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാനത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.